ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 19ാമത് G20 സമ്മിറ്റിന് ആതിഥേയത്വം വഹിച്ച് ബ്രസീൽ. ഇന്ത്യയുടെ GSAT-20 ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. നവംബറിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്ക് ആചരിച്ച് ലോകം. നാസ ഇൻസ്പയർഡ് ട്രോഫിയുമായി 2025 ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. വാർത്തകൾ വിശദമായി. 19ാമത് G20 സമ്മിറ്റിന് ആതിഥേയത്വം വഹിച്ച് ബ്രസീൽ. 19 രാജ്യങ്ങൾ ചേർന്ന ഒരു ഇന്റർനാഷണൽ ഫോറമാണ് G20. ഇതിൽ ആഫ്രിക്കൻ യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ എന്നീ റീജിയണൽ ബോഡികൾ കൂടി അംഗങ്ങളാണ്. ലോകരാജ്യങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക എന്നതാണ് G20യുടെ പ്രധാന ലക്ഷ്യം. ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ കോൺഫ്ലിക്ട്സ്, കോമ്പാറ്റിംഗ് പോവർട്ടി ആൻഡ് ഹങ്കർ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇതെല്ലാമാണ് ഇത്തവണത്തെ G20യുടെ പ്രധാന ഹൈലൈറ്റുകൾ. 2024 G20യുടെ തീം ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നതാണ്. ഇന്ത്യയുടെ GSAT-20 ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. യുഎസിലെ പ്രൈവറ്റ് എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഹെവി റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇതാദ്യമായാണ് ഇന്ത്യ എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കൊളാബറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉടനീളം ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ്, ഡയറക്ട് ടു ഹോം ടെലിവിഷൻ, സുരക്ഷിത ആശയവിനിമയങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ സുഗമമാക്കുക എന്നതാണ് GSAT-20യുടെ ലക്ഷ്യം. വിമാനത്തിനുള്ളിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും GSAT-20 സാധ്യമാക്കുമെന്നത് ശ്രദ്ധേയമാണ്. നവംബറിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്ക് ആചരിച്ച് ലോകം. എഡ്യൂക്കേറ്റ്, അഡ്വക്കേറ്റ്, ആക്ട് നൗ എന്നതാണ് ഈ വർഷത്തെ തീം. ആന്റിബയോട്ടിക് മെഡിസിനുകളുടെ കൃത്യമല്ലാത്ത ഉപയോഗം കാരണം ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികൾ പിന്നീട് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. ഈ അവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഗ്ലോബൽ ത്രെട്ടായി മാറിയിരിക്കുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്നതാണ് ഈ ഇനിഷ്യേറ്റീവിന്റെ ലക്ഷ്യം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും ചേർന്നാണ് ഇത് സംഘടിപ്പിക്കുന്നത്. നാസ ഇൻസ്പയർഡ് ട്രോഫിയുമായി 2025 ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. നാസയുടെ 1970കളിലെ വോയേജർ മിഷൻസിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഈ തീരുമാനം. രാജ്യങ്ങൾ ടീമുകളായി പങ്കെടുക്കുന്ന ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. ഇവിടെ ടോപ്പ് ഫുട്ബോൾ ക്ലബ്ബുകളാണ് ടീമുകളായി മത്സരിക്കുന്നത്. ഫുട്ബോളിനെ ഗ്ലോബൽ യൂണിറ്റിയുമായി ബന്ധിപ്പിക്കുക എന്നത് കൂടിയാണ് ഇത്തവണത്തെ ക്ലബ് വേൾഡ് കപ്പ് ട്രോഫി തീമിന്റെ ലക്ഷ്യം. ഇനി ഒരു കൗതുക വാർത്തയിലേക്ക്. ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പഴക്കമേറിയ ഓർഗാനിസം എന്ന പദവിയിലേക്ക് പാൻഡോ. ലോകത്തിലെ ഏറ്റവും വലിയ മരം എന്നറിയപ്പെട്ടിരുന്ന ഇതിന്റെ പ്രായം 16,000 വർഷമാണെന്ന് ഇതാദ്യമായാണ് ഉറപ്പുവരുത്തുന്നത്. ട്രെംബ്ലിംഗ് ജൈന്റ് എന്നും അറിയപ്പെടുന്ന പാൻഡോ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ജീവജാലമായി കണക്കാക്കപ്പെടുന്നു. ജനിതകപരമായി സമാനമായതും ഒരൊറ്റ റൂട്ട് സിസ്റ്റം പങ്കിടുന്നതുമായ ആസ്പൻ മരങ്ങളുടെ ഒരു വലിയ ക്ലോണൽ കോളനിയാണ് ഇത്. ഏകദേശം 100 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ മരത്തിന്റെ 47,000 സ്റ്റെംസ് ഒരൊറ്റ വേരുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. യുഎസിലെ യുട്ടായിലെ ഫിഷ് ലേക്ക് നാഷണൽ ഫോറസ്റ്റിലാണ് പാൻഡോ സ്ഥിതി ചെയ്യുന്നത്. പാൻഡോയെ പോലെ കൗതുകമുള്ള വാർത്തകൾ നിങ്ങൾക്കും അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.